Hi students, welcome to Renju at Physics. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് സിലബസ് 10th സ്റ്റാൻഡേർഡിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോപ്പിക്കിന്റെ പേരാണ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റർ. സോ വി നോ വാട്ട് ഈസ് റെസിസ്റ്റർ. റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. കറണ്ടിന്റെ ഫ്ലോനെ ഓപ്പോസ് ചെയ്യുന്ന ഏതൊരു സാധനത്തിനെയും നമ്മൾ resistor എന്ന് വിളിക്കും. Okay, a substance which offer resistance to the flow of current. Okay, any substance, the substance which oppose the flow of current in a circuit, that type of substance is called a resistor. So each resistor have an opposing property that that is called a resistance. എല്ലാ റെസിസ്റ്ററിനും ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് നമുക്കറിയാം. അതിന്റെ യൂണിറ്റ് ആണ് ഓം ആണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്. ഓം എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഇതാണ് റെസിസ്റ്ററിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ രീതിയിൽ നമുക്ക് റെസിസ്റ്ററിനെ കണക്ട് ചെയ്യാം. ഓക്കെ, ദ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റർ. So mainly there are two type of combination. One is series combination. Series combination എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തില് ശ്രേണി രീതി നമുക്ക് കണക്ട് ചെയ്യാം. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമാന്തര രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് റെസിസ്റ്ററിനെ കണക്ട് ചെയ്യാം. ഒന്ന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, വേറൊന്ന് പാരലൽ കോമ്പിനേഷനിൽ കണക്ട് ചെയ്യാം. അതായത് സമാന്തര ശ്രേണി രീതിയിലും സമാന്തര രീതിയിലും നമുക്ക് റെസിസ്റ്ററിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ശ്രേണി രീതിയിൽ അല്ലെങ്കിൽ സീരീസ് കോമ്പിനേഷനിൽ നമ്മൾ റെസിസ്റ്ററിനെ കണക്ട് ചെയ്താൽ എന്താണ് ഉണ്ടാവുക, അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും, അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും കറണ്ട്, എങ്ങനെയായിരിക്കും പൊട്ടൻഷ്യൽ എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ പാരലൽ കോമ്പിനേഷനിൽ കണക്ട് ചെയ്താലും അവിടെ ഉണ്ടാവുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും, അവിടുത്തെ കറണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, പൊട്ടൻഷ്യൽ എന്തായിരിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ന് ആദ്യം സീരീസ് കോമ്പിനേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സീരീസ് കോമ്പിനേഷനിൽ എങ്ങനെയാണ് how we can determine the effective resistance എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ എന്റെ കയ്യില് 3 റെസിസ്റ്റർ ഉണ്ട്. നമുക്കറിയാം റെസിസ്റ്ററിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന്. റെസിസ്റ്ററിനെ നമ്മൾ റെപ്രസെന്റ് രീതിയാണ്. ഇതാണ് റെസിസ്റ്ററിന്റെ റെപ്രസെന്റേഷൻ രീതി എന്ന് പറയുന്നത്. എന്റെ കയ്യിൽ 3 റെസിസ്റ്റർ ഉണ്ട്. 3 റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. R1 എന്നതാണ് ആദ്യത്തെ റെസിസ്റ്റൻസ്, R2 എന്നതാണ് രണ്ടാമത്തേതിന്റെ, R3 എന്നതാണ് മൂന്നാമത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ 3 റെസിസ്റ്റൻസ് സീരീസ് എങ്ങനെയാണ് കണക്ട് ചെയ്യുക? ഒരു സിംഗിൾ പാത്തിൽ റെസിസ്റ്ററിനെ ഒരു സിംഗിൾ പാത്തിൽ കണക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ വരച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് സീരീസ് കോമ്പിനേഷൻ വരിക എന്നുണ്ടെങ്കിൽ. ഇത് ആദ്യത്തെ റെസിസ്റ്റർ, അത് ഞാൻ രണ്ടാമത്തെ റെസിസ്റ്ററായിട്ട് കണക്ട് ചെയ്തു. ഇത് മൂന്നാമത്തെ റെസിസ്റ്ററായിട്ട് ഞാൻ കണക്ട് ചെയ്തു. അപ്പോൾ ഇതൊരു ഫസ്റ്റ് റെസിസ്റ്ററിന്റെ എൻഡാണിത്, ഒരു എൻഡാണിത്. അടുത്ത എൻഡ് ഇവിടെ. ഓക്കെ, രണ്ടാമത്തെ റെസിസ്റ്ററിന്റെ ഫസ്റ്റ് എൻഡ് ഫസ്റ്റ് റെസിസ്റ്ററിന്റെ മറ്റേ എൻഡിന്റെ അടുത്ത് ഫിക്സ് ചെയ്തു. രണ്ടാമത്തെ റെസിസ്റ്ററിന്റെ അടുത്ത എൻഡ് എടുത്തിട്ട് മൂന്നാമത്തെ റെസിസ്റ്ററിന്റെ ഫസ്റ്റ് എൻഡിനോട് കണക്ട് ചെയ്തു. അപ്പൊ അങ്ങനെ 3 റെസിസ്റ്റർ എന്തായി സീരീസ് കോമ്പിനേഷനിലോ ശ്രേണി രീതിയിൽ നമ്മൾ കണക്ട് അല്ലെങ്കിൽ സീരീസ് കോമ്പിനേഷനിൽ വന്നു. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെ ശ്രേണി രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ ഉണ്ടാവുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും, അല്ലെങ്കിൽ സഫല പ്രതിരോധം എന്തായിരിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സഫല പ്രതിരോധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പൊ ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ എൻഡ് എയും ഈ എൻഡ് ബി ആയിട്ട് കൺസിഡർ ചെയ്തു. ഞാൻ ഈ എ എൻഡിൽ നിന്ന് ഒരു പൊട്ടൻഷ്യൽ കണക്ട് ചെയ്തു. ഒരു കീ വഴി ഞാൻ ബി എൻഡിലോട്ട് കണക്ട് ചെയ്തു. ഇതിന്റെ പൊട്ടൻഷ്യൽ വി ആണ്. ഇത് ബാറ്ററിയാണ്, ബാറ്ററിയുടെ പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് കീ ആണ്. ഓക്കെ, ഇനി ഞാനിവിടെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ട് ട്രാവൽ ചെയ്യും? പോസിറ്റീവ് എൻഡിൽ നിന്ന് നെഗറ്റീവ് എൻഡിലോട്ട് കറണ്ട് ട്രാവൽ ചെയ്യും.
അപ്പോൾ ഈ ഐ എന്നാണ് കറണ്ട് റെപ്രസെന്റ് ചെയ്യുക. സോ ദ ഫ്ലോ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ടു ബി ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ കറണ്ട് റെസിസ്റ്റർ R1 കടന്നു പോകുന്നുണ്ട്, R2 കടന്നു പോകുന്നുണ്ട്, R3 കറണ്ട് കടന്നു പോകുന്നുണ്ട്. ഇനി ഈ സീരീസ് കണക്ഷന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രോപ്പർട്ടീസ് ഓഫ് സീരീസ് കോമ്പിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? The resistance, that means the current flow through the resistor. The current flow through each resistance will be same. The current is same through each resistor. Each resistor. Current flow through will be same in each resistor. Which will be different? V is different. Potential will be different. Okay, that is very important thing in series combination. The current flow through each resistor will be same, but the potential across each resistance will be different. Okay, so a current I is flow through it when switch is on. So across resistance R1 there will be a potential drop, that is we consider this V1. Across R2 there will be potential drop, that is V2, and across R3 there will be potential drop, that is V3. Okay, so according to Ohm's law we can find V1, V2 and V3. നമുക്ക് ഈ സർക്യൂട്ടിലെ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കണം. So V is the potential we given. ആ പൊട്ടൻഷ്യൽ നമ്മൾ കൊടുത്തപ്പോൾ when we are given the potential, a current is passed through it. So across the resistance R1 there will be potential drop V1, across it is V2, across R3 it will be V3. So the effective potential in the circuit is given by, that is equal to V1 plus V2 plus V3. So this is the effective potential in the circuit. V1 is the potential across R1, V2 is the potential across R2, and V3 is the potential across R3. Okay. So according to Ohm's law, we know that the potential across, according to Ohm's law, we know that potential across the resistor is given by V is equal to IR. V is equal to IR. Okay, so the potential across, effective potential across resistor is given by, according to Ohm's law, that is equal to I into R. Here I is a current and R is a total resistance of the circuit. So based on this equation we can find the value of V1, V2 and V3. So here V1 value it will be I into R1, and V2 value will be I into R2, and V3 value will be I into R3. So here I is common, so I is same through each resistor. Okay, so then we substitute the value of V1, V2 and V3, then we get the effective potential. നമുക്ക് effective potential കിട്ടും V എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IR1 plus IR2 plus IR3. Okay, V is equal to is the effective potential, that is equal to IR1 plus IR2 plus IR3. Here I am taking in each term an RHS term. RHS le ഓരോ ടേമിലും I common ആണ്. So I am taking I outside. So we get the potential V is equal to I into R1 plus R2 plus R3. Okay, V is equal to I into R1 plus R2 plus R3. Okay, so I am taking the I into the LHS side. I am taking I into the LHS side. I am taking I in this equation to LHS side. We get V by I is equal to R1 plus R2 plus R3. So V by I is equal to R1 plus R2 plus R3. Here V is the effective potential we given, I is the total current passes circuit. So V by I can write R is equal to R effective. It's the total resistance in the circuit, that is equal to R1 plus R2 plus R3. So this is the equation for finding the effective resistance when the resistor are connected in series. ഇതാണ് ഒരു സർക്യൂട്ടില്
റെസിസ്റ്റൻസ് ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് സഫല പ്രതിരോധം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ എഫക്റ്റീവ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. അതായത് റെസിസ്റ്റർ സീരീസ് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ സർക്യൂട്ടിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, R1 R2 R3 ഓരോന്നിനും ഓരോ വാല്യൂ ഉണ്ടായിരിക്കും. R1 ഒരു വാല്യൂ, R2 ഒരു വാല്യൂ, R3 വാല്യൂ. അപ്പൊ 3 റെസിസ്റ്റൻസും വ്യത്യസ്ത റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, ഇതാണ് സീരീസ് കോമ്പിനേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി വേറെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റെസിസ്റ്ററുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് കണക്ട് ചെയ്ത് ഒരു റെസിസ്റ്റർ ഇത്, ഒരു റെസിസ്റ്റർ ഇത്, ഒരു റെസിസ്റ്റർ ഇത്. അപ്പൊ ഒന്നിനു പുറകെ ഓരോന്നായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്റർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, സപ്പോസ് ഈ റെസിസ്റ്റർ കേടായി എന്ന് വിചാരിക്കും, R2 ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി, സോ ഈ നെറ്റ്വർക്ക് ഒരിക്കലും വർക്കാവില്ല. അപ്പൊ കറണ്ടിന്റെ കണ്ടിന്യൂസ് പാത്ത് അവിടെ ഉണ്ടാവില്ല. ഈ റെസിസ്റ്റർ കേടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൂടെ ഉണ്ടാവുന്ന കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അപ്പൊ സീരീസ് കോമ്പിനേഷനിൽ ഏതെങ്കിലും റെസിസ്റ്റർ കേടാവുകയാണെങ്കിൽ ബാക്കിയുള്ളത് കൂടെ ഒന്നും ഉണ്ടാവില്ല, കണക്ഷൻ ഉണ്ടാവില്ല. ഇതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സീരീസ്. ഇനി രണ്ടാമത്തെ രീതിയിലുള്ള കോമ്പിനേഷൻ ആണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് കോമ്പിനേഷൻ, പാരലൽ കോമ്പിനേഷൻ. സെക്കൻഡ് ടൈപ്പ് ഓഫ് കോമ്പിനേഷൻ ആണ് പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ പാരലൽ കോമ്പിനേഷനിൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. അതിനുശേഷം എന്താണ്, അങ്ങനെയാണ് റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്യാന്ന് നോക്കാം. അപ്പൊ എന്റെ കയ്യിൽ I have three resistor. The resistance of three resistor is one is R1, R2 and R3. ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യാമെന്ന് നോക്കിക്കോളൂ. ഇതാണ് ആദ്യത്തെ റെസിസ്റ്റർ, ഇത് രണ്ടാമത്തെ റെസിസ്റ്റർ, ഇത് മൂന്നാമത്തെ റെസിസ്റ്റർ. ഓക്കെ, ദിസ് ഈസ് R1, R2 ആൻഡ് R3. ഇതില് R1, R2, R3യുടെ ഒരു എൻഡ് എല്ലാം ഒരുമിച്ച് കണക്ട് ചെയ്തു. R1, R2 ആൻഡ് R3 ഒരു എൻഡ് ഒരുമിച്ച് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ അടുത്ത എൻഡും ഒരുമിച്ച് കണക്ട് ചെയ്തു. ഓക്കെ, സോ വി ഗെറ്റ് സോ അതായത് ഈ സമാന്തര രീതിയിൽ റെസിസ്റ്ററിന്റെ ഒരു സൈഡ് അല്ല ഒരു കോമൺ പോയിന്റ്, രണ്ട് സൈഡും ഓരോ കോമൺ പോയിന്റിലോട്ട് കണക്ട് ചെയ്തു. ഓക്കെ, R1ന്റെ എല്ലാ ഭാഗവും R1, R2, R3ന്റെ എല്ലാ ഭാഗവും ലെഫ്റ്റ് സൈഡ് എല്ലാ ഭാഗവും ഒരു പോയിന്റിലോട്ടും ഈ എന്ന് പറഞ്ഞ പോയിന്റിലോട്ടും R2, R3, R3യുടെ R1, R2, R3യുടെ എല്ലാ പോയിന്റും B എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് നമ്മൾ കണക്ട് ചെയ്തു. ഇങ്ങനെയുള്ള കണക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാരലൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ സമാന്തര രീതിയിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പാരലൽ കോമ്പിനേഷൻ. So നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം, we need to find out the effective resistance in the circuit. So we need to find out the effective resistance of the circuit. Okay, so we connect this to a potential. The end A is connected to a potential. Okay, this is positive and negative connected to potential V, and a key, the other end of the key is connected to the part B. This is key, this is positive terminal, negative terminal. So a current is passed through, a current I is passed through it. Okay, when this current is flow and reaches the point A, the current split into three. One is I1, one is I2 and one is I3. So it is split into three, I1, I2 and I3. I1 is the current flow through R1, I2 is the current flow through R2 and I3 is the current flow to R3. ഓക്കെ, സോ കറണ്ട് എയിൽ നിന്ന് വെച്ചിട്ട് സ്പ്ലിറ്റ് ആയി R1 കൂടെ പോകുന്ന കറണ്ട് I1 ഉം R2 കൂടെ പോകുന്ന കറണ്ട് I2 ഉം R3 കൂടെ പോകുന്ന കറണ്ട് I3 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി ഈ എല്ലാ കറണ്ടും ബിയിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യും, എന്നിട്ട് വീണ്ടും കറണ്ട് I ഇങ്ങനെ ഫ്ലോ ചെയ്യും സ്വിച്ച് ഓൺ ആണെങ്കിൽ. ഓക്കെ, അപ്പം ഈ സർക്യൂട്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരലൽ കോമ്പിനേഷനിൽ നോക്കുമ്പോൾ current flow through each resistor will be different. ഓരോ റെസിസ്റ്ററുടെ ഉണ്ടാവുന്ന കറണ്ട് ഫ്ലോ എന്തായിരിക്കും, ഡിഫറെന്റ് ആണ്. ഓക്കെ, കറണ്ട് I is different.
in each resistor, but which will be same? Potential is same through each resistor. That is very important. Current is different through each resistor and potential is same through each resistor. So we can find the total current flow through the circuit. So we can find the total current flow through the circuit. So total current is given by I is equal to I1 plus I2 plus I3. So according to Ohm's law, we know that V is equal to IR. So we can find the value of I is equal to V by R. So similarly, we can find the value by using this equation. We can find നമ്മുടെ equation ഉപയോഗിച്ചുകൊണ്ട് I1 എന്താണെന്നും I2 എന്താണെന്നും I3 എന്താണെന്നും നമുക്ക് കണ്ടുപിടിക്കാം. I1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? V by R1. I2 is equal to V by R2 and I3 is equal to V by R3. പൊട്ടൻഷ്യല് ഓരോ റെസിസ്റ്ററിന്റെയും പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് V എല്ലാത്തിനും സെയിം. ഇൻ പാരലൽ കോമ്പിനേഷൻ പൊട്ടൻഷ്യൽ അക്രോസ് ഈച്ച് റെസിസ്റ്റർ വിൽ ബി സെയിം. കറന്റ് ഈസ് ഡിഫറെന്റ്. സോ I1, I2 and I3 we got. We substitute here. We get I is equal to V by R1 plus V by R2 plus V by R3. So we get I is equal to V by R1 plus V by R2 plus V by R3. Here V is common, so I can write like this. I is equal to V into 1 by R1 plus 1 by R2 plus 1 by R3. So from this I am taking the V into LHS side. So we get I by V is equal to 1 by R1 plus 1 by R2 plus 1 by R3. Okay. So we know that I is equal to V by R. I is equal to V by R. According to Ohm's law, we get I is equal to V by R. So from this equation we can write I by V is equal to 1 by R. Okay, V is the total potential applied and I is effective current. So effective current by effective potential, that is equal to 1 by R. Here R is the effective resistance. Okay, effective resistance. So from this equation we can write it like this. 1 by V is equal to I by V is equal to R. So 1 by R. I by V is equal to 1 by R. 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. So this is the equation for finding the effective resistance when they are connected in parallel combination. ഇതാണ് മൂന്ന് റെസിസ്റ്റർ പാരലൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ സമാന്തര രീതിയിൽ കണക്ട് ചെയ്താൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1 by R equal to 1 by R1 plus 1 by R2 plus 1 by R3. ഓക്കെ, ഇനിയിപ്പം രണ്ട് റെസിസ്റ്റർ ആണ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയെങ്കിൽ R1 and R2 റെസിസ്റ്റർ ഓൺലി രണ്ടെണ്ണേ ഉള്ളൂ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1 by R is equal to 1 by R1 plus 1 by R2. ഓക്കെ, അപ്പൊ നമുക്ക് വേണിച്ചത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുക? R2 plus R1 divided by R1 plus R1 into R2. So 1 by R equal to R2 plus R1 divided by R1 into R2. So we can find R. So R is equal to 1 by R is this one. So R നമുക്ക് കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസ് R എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? It is reciprocal of this one, that is R1 R2 divided by R1 plus R2. ഓക്കെ, ഇതാണ് രണ്ട് റെസിസ്റ്റേഴ്സ് ആണ് സമാന്തര രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സമാന്തര രീതിയിൽ അല്ലെങ്കിൽ പാരലൽ കോമ്പിനേഷനിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സമാന്തര രീതിയിലാണെങ്കിൽ നേരത്തെ ഞാൻ കണക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. സമാന്തര രീതിയിൽ റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നത്, ഇപ്പൊ ഇത് റെസിസ്റ്റർ ആണ്, ഇത് വേറെ റെസിസ്റ്റർ,
ഇത് വേറെ റെസിസ്റ്റർ. ഇങ്ങനെ സമാന്തര രീതിയിൽ കണക്ട് ചെയ്തു. അപ്പൊ അതില് R1, R2, R3. അപ്പൊ ഇതില് ഈ സാധനം വർക്ക് ചെയ്യുന്നില്ല, ഈ റെസിസ്റ്റർ വർക്ക് ചെയ്യുന്നില്ല വിചാരിക്കും. ഓക്കെ, പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ വഴി കറണ്ട് ഉണ്ടാവില്ല, പക്ഷെ ഈ വഴിയും എന്തുണ്ടാവും, കറണ്ട് കടന്നു പോകും. അപ്പൊ R1ഉം R2ഉം സർക്യൂട്ട് വർക്ക് ആവും. അപ്പൊ സമാന്തര രീതിയിൽ കണക്ട് ചെയ്യുന്നതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സർക്യൂട്ടിലെ ഏതെങ്കിലും ഒരു ഡിവൈസ് കേടായി കഴിഞ്ഞെന്ന് വിചാരിക്കുക, ബാക്കിയുള്ള ഡിവൈസസ് എല്ലാം എന്ത് ചെയ്യും, വർക്ക് ആവും. ഓക്കെ, അപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ പാരലൽ കോമ്പിനേഷൻ, സീരീസ് കോമ്പിനേഷനിലെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സീരീസ് കോമ്പിനേഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഇൻ പാരലൽ കോമ്പിനേഷൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും, ചെറുതായിരിക്കും. ഇൻ സീരീസ് കോമ്പിനേഷനിൽ കറന്റ് ഫ്ലോ ത്രൂ ഈച്ച് റെസിസ്റ്റർ വിൽ ബി സെയിം. പാരലൽ കോമ്പിനേഷനിൽ potential across each resistance will be same, current will be different. Okay, in series combination, any one of the resistor is damaged, there is no current flow. Okay, the system not work. In parallel combination, any of the resistor is damaged, the remaining resistor or devices will work properly. Okay, so this is the series and parallel combination of resistor.